മാവാം ദൈവമേ വരണേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ മാർച്ച് 31 ഇന്നത്തെ വിശുദ്ധ ബലിമധ്യേ നമ്മൾ ധ്യാനിക്കുന്ന സുവിശേഷ ഭാഗം യോഹന്നാൻ്റെ സുവിശേഷം 13 അധ്യായം 21 മുതൽ 33 വരെയുള്ള വാക്യങ്ങളും 36 മുതൽ 38 വരെയുള്ള വാക്യങ്ങളുമാണ്. ഈശോ ആത്മാവിൽ അസ്വസ്ഥനാവുകയാണ്. പെസഹ കാലത്തു തന്നെ മരണം വരിക്കണമെന്ന് യേശു തീരുമാനിച്ചിരുന്നു. പെസഹ കുഞ്ഞാട് പെസഹ കാലത്താണ് ബലിയർപ്പിക്കേണ്ടത്. ഉറ്റുകാരനായ യൂദാസ് യേശുവിനോടൊപ്പമുണ്ട്. ഉറ്റുകാരനോട് ഈശോ പറയുന്നു, ഉറ്റിക്കൊടുക്കുന്നത് യേശുവിൻ്റെ നിയന്ത്രണത്തിൽ തന്നെയുള്ള ഒരു പ്രവൃത്തിയായിട്ടാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത്. യൂദാസ് ഉറ്റിക്കൊടുക്കുന്നത് അത് യേശുവിൻ്റെ നിയന്ത്രണത്തിൽ തന്നെയുള്ളൊരു കാര്യമാണ്. അതുകൊണ്ടാണ് ഈശോ സുവിശേഷത്തിൽ യോഹന്നാൻ്റെ സുവിശേഷം 13 അധ്യായം 27 വാക്യത്തിൽ യൂദാസിനോട് പറയുന്നു, നീ ചെയ്യാനുള്ളത് ഉടനെ തന്നെ ചെയ്യുക എന്ന്, നീ ചെയ്തു തീർക്കുക എന്ന്. ശിഷ്യന്മാരുടെ ഉള്ളിൽ, ഒരുപക്ഷെ നമ്മുടെയൊക്കെ ഉള്ളിൽ ഉയരുന്ന ഒരു ചോദ്യമാണ്, ഈശോ എന്തിനാണ്, ഈശോയ്ക്ക് ഇതറിയാമായിരുന്നല്ലോ, എന്നിട്ട് എന്തിനാണ് യൂദാസിനെ അപ്പസ്തലനായിട്ട് തിരഞ്ഞെടുത്തത്? ഈശോ ശിഷ്യന്മാരെ തിരഞ്ഞെടുക്കുന്നതിന് മുൻപ് പ്രാർത്ഥിച്ചുവെന്ന് വിശുദ്ധ ഗ്രന്ഥത്തിൽ നമ്മൾ കാണുന്നുണ്ട്. അവിടുന്ന് യേശു പറയുന്നത് ദൈവത്തിൻ്റെ വചനം പൂർത്തിയാക്കാനാണ് ഈ വഞ്ചന എന്നാണ്. ദൈവത്തിൻ്റെ പദ്ധതി പൂർത്തീകരിക്കപ്പെടാൻ, ദൈവത്തിൻ്റെ വചനം പൂർത്തീകരിക്കപ്പെടാനാണ് ഈ ഒരു വഞ്ചന അരങ്ങേറുന്നതെന്ന് ഈശോ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. പിതാവ് യേശുവിനെ അയച്ചത് തൻ്റെ ഇഷ്ടം നിറവേറ്റാനായിരുന്നു, ദൈവത്തിൻ്റെ ഇഷ്ടം നിറവേറ്റാനായിരുന്നു. ദൈവത്തിൻ്റെ ഇഷ്ടമെന്ന് പറയുന്നത് മനുഷ്യരുടെ രക്ഷയായിരുന്നു. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 55 അധ്യായം 8 വാക്യത്തിൽ നമ്മളിങ്ങനെ വായിക്കുന്നു, എൻ്റെ ചിന്തകൾ നിങ്ങളുടേതുപോലെയല്ല, നിങ്ങളുടെ ചിന്തകൾ എൻ്റേതുപോലെയല്ല എന്ന് എഴുതി വച്ചിരിക്കുന്നു. മാനുഷികമായി ഞാനും സുഹൃത്ത് നീയുമൊക്കെ ചിന്തിക്കുന്ന ചിന്തയുടെ മുമ്പിൽ ദൈവത്തിൻ്റെ വചനം പറയുന്നു, ദൈവത്തിൻ്റെ ചിന്ത മനുഷ്യനായി നീ ചിന്തിക്കുന്നത് പോലെയല്ല എന്നും, മനുഷ്യ ചിന്തിക്കുന്നത് പോലെയല്ല ദൈവം പ്രവർത്തിക്കുന്നത് എന്ന് ദൈവത്തിൻ്റെ വചനം നമ്മളെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. ഈശോയുടെ കൂടെ നടന്നിട്ടും ഈശോ അവനിൽ, യൂദാസിൽ ആവസിക്കാനായിട്ട് സാധിച്ചില്ല. യൂദാസ് യേശുവിൻ്റെ കൂടെ നടക്കുന്നു, ബാഹ്യമായിട്ട് അവൻ ഈശോയോടൊപ്പമായിരിക്കുന്നു, എന്നാൽ ഈശോയുടെ വചനങ്ങൾ അവൻ്റെ ഉള്ളിലേക്ക് കടന്നില്ല. ബാഹ്യമായ അനുഷ്ഠാനങ്ങളിൽ മാത്രം നിന്നു. യേശുവിനോടൊപ്പം ഉള്ള് സാത്താൻ അവൻ കൊടുത്തിരുന്നു. അവൻ്റെ ഉള്ള് ഭരിച്ചിരുന്നത് സാത്താനാണ്, തിന്മയാണ്. ബാഹ്യമായിട്ട് അവൻ ഈശോയോടൊപ്പം നടക്കുന്നു. നമ്മുടെയൊക്കെ ക്രൈസ്തവത എന്ന് പറയുന്നത്, ക്രിസ്തീയത്വം എന്ന് പറയുന്നത് പള്ളിയിൽ പോവുക, നേർച്ചയിടുക, തിരുനാൾ നടത്തുക, നൊവേന കൂടുക, ബാഹ്യ അനുഷ്ഠാനങ്ങളൊക്കെ നടത്തി പോവുക എന്നൊരു നിലയിലാണ് എൻ്റെ ക്രൈസ്തവതയെന്നെങ്കിൽ, ക്രിസ്തീയത എന്നുണ്ടെങ്കിൽ, സുഹൃത്തെ, ഞാനും യൂദാസും തമ്മിൽ, സുഹൃത്തെ നീയും യൂദാസും തമ്മിൽ ഒരു വ്യത്യാസമില്ല. ബാഹ്യമായതൊക്കെ അവൻ ചെയ്തിരുന്നു, ബാഹ്യമായതൊക്കെ ഞാനും നീയും ചെയ്യുന്നു. പള്ളിയിൽ പോകുന്നു, സംസാരിക്കുന്നു, നേർച്ചയിടുന്നു, നൊവേനകളൊക്കെ കൂടുന്നു, പെരുന്നാളുകൾ നടത്തുന്നു. നമ്മുടെ ഹൃദയത്തിലേക്ക് ദൈവത്തിൻ്റെ വചനം ഇറങ്ങണുണ്ട. ദൈവത്തിൻ്റെ വചനം ഇല്ല.
ദൈവത്തിൻ്റെ വചനം എന്നെയോ സുഹൃത്ത് നിന്നെയോ ഭരിക്കുന്നില്ല. നമ്മുടെ ക്രൈസ്തവത എന്ന് പറയുന്നത് ഈ ബാഹ്യമായി ഇതിൽ മാത്രം ഒതുങ്ങുമ്പോൾ ഞാനൊരു യൂദാസല്ലേ? ഈ 6 മുഴം ചേലയിലെ യൂദാസാണ് ഞാൻ. ബാഹ്യമായ അനുഷ്ഠാനത്തിൽ മാത്രം നിൽക്കുന്നുവെങ്കിൽ സുഹൃത്ത്, നീ ബാഹ്യമായതിൽ മാത്രം നീ ഒതുങ്ങിപ്പോകുന്നുവെങ്കിൽ നീയും ഒരു യൂദാസാണ്. ഇന്ന് ദിനത്തിൽ നമ്മൾ യേശുവിൻ്റെ സ്നേഹവും കരുതലും നമ്മൾ മനസ്സിലാക്കണം. യേശു തൻ്റെ ശിഷ്യന്മാരെ വിളിക്കുന്നത് മക്കളെ എന്നാണ്. യേശുവിന് ഒരു വിവേചനമില്ല. ഒരു വിവേചനം യേശുവിൻ്റെ മുമ്പിലില്ല. നീ പാപിയാണെന്നോ നീതിമാനാണെന്നോ നിന്റെ കുലമഹിമയോ ഒന്നും ഈശോ നോക്കുന്നില്ല. ഈശോയ്ക്ക് ഒരു വേർതിരിവുമില്ല എന്ന് ഗലാത്യർക്ക് എഴുതിയ ലേഖനം 3-ാം അധ്യായം 28-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നു. യഹൂദനെന്നോ ഗ്രീക്കുകാരനെന്നോ അടിമയെന്നോ സ്വതന്ത്രനെന്നോ പുരുഷനെന്നോ സ്ത്രീയെന്നോ വ്യത്യാസം ഈശോയ്ക്ക് ഇല്ല എന്ന്. നിങ്ങളെല്ലാവരും ക്രിസ്തുവിൽ ഒന്നാണെന്നാണ് ദൈവത്തിൻ്റെ വചനം പറയുന്നത്. ഇന്ന് ദിനത്തിൻ്റെ നന്മകൾ നമ്മളിലേക്ക് ഒഴുകട്ടെ. ബാഹ്യമായി മാത്രം ഒരുപക്ഷെ കൊണ്ടു നടക്കുന്ന വിശ്വാസത്തെ ബാഹ്യമായിട്ടല്ല, നമ്മുടെ ഹൃദയത്തിലേക്ക് ദൈവത്തിൻ്റെ വചനങ്ങൾ കയറണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നിൻ്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു. ഗോഡ് ബ്ലെസ് യു. ആമേൻ.